بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ വയനാട് ഉരുൾപൊട്ടലുണ്ടായി ഏകദേശം 300 ചില്ലാനം ആളുകൾ മരിച്ചതായി സ്ഥിരീകരിച്ചതൊക്കെ നമുക്കറിയാമല്ലോ. ദുരന്തത്തിൽപ്പെട്ട എല്ലാ ആളുകൾക്കും ശ്രോതാക്കളുടെ പ്രതിഫലം നൽകട്ടെ. മരിച്ചവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ, പ്രത്യേകിച്ച് അവർക്ക് വേണ്ടിയൊക്കെ മയ്യിത്ത് നിസ്കരിക്കാൻ നമ്മുടെ പണ്ഡിത സഭ തന്നെ ഔദ്യോഗികമായിട്ട് നമുക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒക്കെ അവർക്ക് വേണ്ടി വാജിബായ നിലക്ക് മയ്യിത്ത് നിസ്കാരം നിർവഹിക്കണം. ശരിക്കും വാജിബായ നിറഞ്ഞ മയ്യത്തിന്റെ പേരിലുള്ള നിസ്കാരം എന്ന് പറയുന്നത് അത് വെറും ഒരു വെള്ളിയാഴ്ചയുടെ മാത്രം പ്രത്യേകതയല്ല. നമ്മളൊക്കെ ഓടുന്ന മഹല്ലുകളുടെ ആശയ പരിഗണിക്കുകയും മഹാനവർകൾ പറയുന്നുണ്ട്, ഓരോ ദിവസവും ഭൂമിയുടെ മുഴുവൻ കോണുകളിലും മരിച്ചു പോകുന്ന മയ്യിത്ത് നിസ്കാരം സ്വഹീഹാകുന്ന സാധുവാകുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും മേലും ആ ദിവസം അവസാനിക്കുന്ന സമയം നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും അവസാനിക്കുന്നത് മഗ്‌രിബോടുകൂടെയാണ്. അപ്പൊ മഗ്‌രിബാവലോടുകൂടെ ഇന്നത്തെ ദിവസം ഏതെല്ലാം മനുഷ്യർ ലോകത്തിന്റെ ഏതെല്ലാം കോണുകളിൽ മരിച്ചിട്ടുണ്ട്, അവരുടെ മേലുള്ള മയ്യിത്ത് നിസ്കാരം സാധുവാകുന്നുണ്ട്, അവർക്ക് വേണ്ടിയെല്ലാം വാജിബായ നിലക്ക് മറഞ്ഞ നിലക്ക് മയ്യിത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് മയ്യിത്ത് നിസ്കാരത്തിൽ നിയ്യത്ത് വെക്കേണ്ട രൂപങ്ങളെ പറ്റി ഓരോന്ന് പറഞ്ഞിട്ട് മഹാനവർകൾ പറഞ്ഞു, സുന്നത്തായ രൂപം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഭൂമിയുടെ വിവിധ കോണുകളിൽ മരിച്ച എല്ലാ മയ്യിത്ത് നിസ്കാരം സ്വഹീഹാകുന്ന ആളുകളും കരുതിയിട്ട് ഒരാൾ മയ്യിത്ത് നിസ്കരിച്ചാൽ ജാസ അങ്ങനെ നിസ്കരിക്കുന്നത് അനുവദനീയമാണ്, അങ്ങനെ നിസ്കരിക്കുന്നത് സുന്നത്താ. അപ്പൊ എത്ര ആളുകൾ മരിച്ചിട്ടുണ്ട് എന്ന് എണ്ണം വേണ്ടേ? എണ്ണം അറിയുക എന്നത് മയ്യിത്ത് നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധല്ല. മരിച്ച ആളുകൾ ആരൊക്കെ, അവരുടെ ഐൻ ആരൊക്കെയാണ് എന്ന് അറിയേണ്ട ശർത്തുണ്ടോ? അങ്ങനെയും ശർത്തില്ല. മറിച്ച് മയ്യിത്ത് നിസ്കരിക്കുന്നവൻ മരിച്ച ആളുകളുടെ മേലിലെല്ലാം മയ്യിത്ത് നിസ്കാരം സാധുവാകുന്നുണ്ടെങ്കിൽ അവർക്ക് മേലിലെല്ലാം ഞാൻ മയ്യിത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടെ ലോകത്ത് മരിച്ചുപോയ മുഴുവൻ ആളുകളുണ്ടെങ്കിൽ മയ്യിത്ത് നിസ്കരിച്ചാൽ അതുമാണ് പ്രത്യേകം കരുതേണ്ടത്. മയ്യിത്ത് നിസ്കാരം സ്വഹീഹാകുന്ന ആളുകളുടെ കരുതണം. വെറും മരിച്ച ആളുകൾക്ക് മേൽ മയ്യിത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവുക. കാരണം മരിച്ചതുകൊണ്ട് മാത്രം മയ്യിത്ത് നിസ്കാരം ശരിയാവില്ല. മരിച്ചതിന് ശേഷം ശുദ്ധി തുഹറ് മുൻകടക്കണം, കുളി നടന്നിരിക്കണം. അങ്ങനത്തെ ആളുകൾക്ക് മേൽ മാത്രമേ മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂ. വയനാട്ടിൽ തന്നെ എത്രയോ ആളുകൾ മണ്ണിൽ കിടക്കുന്നുണ്ടാവും, അവർക്ക് മേലൊന്നും നമുക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ അവസരമില്ല. അക്കൂട്ടത്തിൽ നിന്ന് പുറത്തെടുത്ത് കുളി കഴിഞ്ഞ ആളുകൾക്ക് മേൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് വാജിബായ നിലക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ ചാൻസുള്ളൂ. അതുപോലെ തന്നെ ശുഹദാക്കളായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷഹീദിന് വേണ്ടി ഒരു നിസ്കാരം പറ്റില്ലല്ലോ, അപ്പൊ അവരെന്തായാലും പുറത്താകണം മയ്യിത്ത്. അതുപോലെ തന്നെ വാജിബായ മയ്യിത്ത് നിസ്കാരം പറ്റണമെങ്കിൽ നാടിന് പുറത്തുള്ള മയ്യിത്തിന്റെ പേരിൽ വാജിബായ നിലക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ. നമ്മളെ ഇതേ നാട്ടിൽ മരിച്ചു കിടക്കുന്ന മറമാടിയിലുള്ള മയ്യിത്തിന്റെ പേരിൽ വാജിബായ നിലക്ക് നിസ്കരിക്കാൻ പറ്റൂല. ഒന്നിരിക്കൽ ആ മലത്തിന്റെ മുന്നിൽ നിസ്കരിക്കണം, അല്ലെങ്കിൽ കവറിനരികിൽ പോയിട്ട് നിസ്കരിക്കണം. നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട മയ്യിത്തിന്റെ പേരിൽ വാജിബായ നിസ്കാരം പറ്റൂല. അതുകൊണ്ട് ആ പ്രത്യേകം അങ്ങനെ കൂട്ടിക്കൊടുക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മരിച്ച് അവർക്ക് മയ്യിത്ത് നിസ്കാരം സാധുവാകുമെന്നുണ്ടെങ്കിൽ, സ്വഹീഹാകുമെന്നുണ്ടെങ്കിൽ അവരെ എല്ലാം എത്തിയിട്ട് ഞാൻ മയ്യിത്ത് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് നിസ്കരിക്കുന്നത് അനുവദനീയമാണ് എന്നല്ല. അങ്ങനെ ഓരോ ദിവസവും മഗ്‌രിബ് കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെയും വരുത്തിയിട്ട് മയ്യിത്ത് നിസ്കരിക്കുന്നത് സുന്നത്താണ് എന്ന് തന്നെ മഹാനായ തൽബി അവരുടെ ആശയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി വെള്ളിയാഴ്ച ദിവസം മയ്യിത്ത് നിസ്കരിക്കുന്നത്, അതിനെപ്പറ്റിയുള്ള നമ്മുടെ ഫുഖഹാക്കളുടെ സംസാരത്തിനിടയിൽ ചർച്ച വന്നിട്ടുണ്ട്. ിലെങ്കിലോ ഹിജ്റ 1352 വഫാത്തായി പോയ യമനിൽ ജീവിച്ച പ്രഗത്ഭനായ ഒരു പണ്ഡിതനായിരുന്നു ജമാലുദ്ദീൻ മുഹമ്മദ് അൽ-അഹ്ദൽ.
നമ്മളൊക്കെ ഫത്ഹുൽ മുഈൻ രാശിയായിട്ട് പരിചയപ്പെടുന്ന തർശീഹുണ്ടല്ലോ, ആ തർശീഹിന്റെ മുസന്നിഫ് അലവി ഇബ്ൻ അഹ്മദ് അസ്സഖാഫ് എന്ന ഉസ്താദാണ് ഈ പറയപ്പെടുന്ന ജമാലുദ്ദീൻ അൽ-അഹ്ദൽ എന്നവർ. അവരെല്ലാം യമൻകാരാണ്. യമനിൽ ഒരുപാട് അങ്ങനെയുള്ള പണ്ഡിതന്മാരുണ്ട്. അൽ-അഹ്ദൽ എന്ന് പറയുന്ന തങ്ങന്മാര് ഗോത്ര ഇപ്പൊ നമ്മുടെ നാട്ടിൽ അഹ്ദൽ തങ്ങന്മാരും അവരൊക്കെ ആ പരമ്പരയിൽ നിന്ന് വന്നതാണ്. ആ മഹാനായ ജമാലുദ്ദീൻ അൽ-അഹ്ദൽ എന്നവർ അവർ ഒരു 4 കൊണ്ടുള്ള കിതാബ് ഷാഫി ഫിഖ്ഹിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മഹാനായ തങ്ങളുടെയും റംലിമാമിന്റെ ഒക്കെ അഭിപ്രായങ്ങളെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഉംദത്തുൽ മുഫ്തി വൽ മുസ്തഫ്തി എന്നാണ് ആ കിതാബിന്റെ പേര്. ഫത്വ കൊടുക്കാൻ പറ്റിയവർക്ക് അവലംബിക്കാൻ പറ്റിയ ഗ്രന്ഥം. ആ കിതാബിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാൽ വാഹിബായ മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുന്നത് ഹദീസിലോ ആയത്തിലോ ഒന്നും വന്നിട്ടില്ല. എങ്കിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ജുമാ കഴിഞ്ഞാൽ മയ്യിത്ത് നിസ്കരിക്കുന്ന ഒരു നടപ്പ് പതിവ് രീതി നടക്കുന്നുണ്ട്. അത് കേരളക്കാരും അറിയുന്നു, യമല്ല അറിയുന്നു. അപ്പൊ ആ ഭാഗത്ത് എല്ലായിടത്തും അതുണ്ടായിരുന്നു. കേരളത്തിലുമുണ്ട്. 100 വർഷങ്ങൾക്ക് മുമ്പാണ് മഹാനവറുകൾ അവരുടെ ആ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നത്. എന്നിട്ട് മഹാനവറുകൾ ഇതിനെപ്പറ്റി പറഞ്ഞു, വലിയ നല്ല ആദത്തുൻ ഹസന, അത് നല്ല ഒരു രീതിയാണ്, നല്ല ഒരു നടപ്പാണ്. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാൽ മയ്യിത്ത് നിസ്കരിക്കുക എന്ന് പറയുന്നത് നല്ല ഒരു പതിവാണ്, നല്ല ഒരു നാട്ടുനടപ്പാണ്. എന്തുകൊണ്ട് അങ്ങനെ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം വാഹിബായ മൺമറഞ്ഞുപോയ മയ്യിത്തുകൾക്ക് മേൽ നിസ്കരിക്കുന്നത് കൊണ്ട് വലിയ ഗുണമുണ്ട്. ഒന്ന്, തക്ബീറൽ ബിദ്വാഇല, ആ മരിച്ചുപോയ മനുഷ്യർക്ക് കുറെ ദുആ കൂടുതൽ കിട്ടാനത് കാരണമാണ്. കാരണം ജുമാക്ക് സ്വാഭാവികമായിട്ടും നാട്ടിലെ എല്ലാ ആളുകളും പങ്കെടുക്കുമല്ലോ. അപ്പൊ ജുമാ കഴിഞ്ഞ ഉടനെ റാഹിബായ നിലക്ക് മയ്യിത്ത് നിസ്കരിക്കുമ്പോ ആ മരിച്ചുപോയ മനുഷ്യനിക്ക് ആ നാട്ടുകാരുടെ മുഴുവൻ ദ്വാ കിട്ടിയല്ലോ. അപ്പൊ കൂടുതൽ ദ്വാ കിട്ടാനത് കാരണമാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ, നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹായ സഹകരണങ്ങൾ ചെയ്യണം. അപ്പൊ മരിച്ചുപോയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണമാണ് ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു അവസരമാണ്. വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം വാഹിബായ നിസ്കാരം നിർവഹിക്കാൻ എന്ന് പറയുമ്പോൾ കുറച്ചാളുകൾ അതിൽ പങ്കെടുത്തു, നിസ്കരിച്ചു. അതാ മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം മഹാന്മാര് പരിചയപ്പെടുത്തിയത് തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ നിന്നുള്ള ഹദിയകളാണ്, ഗിഫ്റ്റുകളാണ്. മരിച്ചവർക്ക് വേണ്ടി നാം ചെയ്യുന്ന മയ്യത്ത് നിസ്കാരം അടക്കമുള്ള ഖുർആനോത്തടക്കമുള്ള തഹ്ലീലടക്കമുള്ള മുഴുവൻ സുഹൃത്തുക്കളും. അപ്പൊ മയ്യത്തിനെ നമ്മൾ സഹായിക്കുകയാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരുപാട് മതങ്ങൾ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം മയ്യത്ത് നിസ്കരിക്കുന്നതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു, എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും മയ്യത്ത് നിസ്കാരം മറിഞ്ഞ മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കാൻ പറ്റുമെന്നതിന് തെളിവായി ഉദ്ധരിക്കപ്പെടുന്നത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനസികമായി വലിയ അടുപ്പം സ്ഥാപിച്ചിരുന്ന ഒരു വലിയ രാജാവായിരുന്നു. എത്യോപ്യയിലെ രാജാവ് നജാശി രാജാവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചു, മുഅ്മിനായി. പക്ഷേ നജാശി രാജാവ് നബി തങ്ങളെ കണ്ടിട്ട് സ്വഹാബിയാകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ആ നജാശി രാജാവ് വഫാത്തായ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനക്കാരെ മുഴുവൻ വിളിച്ചിട്ട് നജാശി രാജാവിന്റെ മരണവാർത്ത പ്രഖ്യാപിച്ചു. നജാശി രാജാവ് മരിച്ചിട്ടുണ്ട് എന്ന വാർത്ത എല്ലാവർക്കും എത്തിച്ചു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തുഫിയൽ യൗമ റജുലുൻ സ്വാലിഹുൻ മിനൽ ഹബശ്, അബശീനിയയിൽ നിന്ന് എത്യോപ്യയിൽ നിന്ന് സ്വാലിഹായ ഒരു മനുഷ്യൻ ഇന്നേ ദിവസം മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നിസ്കരിക്കൂ. പരിമിതങ്ങൾ കണ്ട എല്ലാവരും വരും നോക്കിയിട്ട് ആളെ നോക്കിയത്. അവിടെ നിന്നാണ് മഹാനാണ് ഉംദത്തുൽ മുഫ്തിയുടെ മുസന്നിഫ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും വരും നിസ്കരിക്കൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചു നോക്കിയപ്പോൾ എന്ത് മനസ്സിലായി? റാഹിബായ മയ്യിത്ത് നിസ്കാരമാണെങ്കിലും മൺമറഞ്ഞു പോയ മയ്യിത്ത് നിസ്കാരമാണെങ്കിലും മുന്നിൽ വെച്ച് മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ കൂടുതൽ ആളുകളെ കൂട്ടൽ സുന്നത്തുള്ളത് പോലെ തന്നെ റാഹിബായ മയ്യിത്ത് നിസ്കരിക്കുമ്പോഴും കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂട്ടൽ സുന്നത്തുണ്ട് എന്ന് നബി തങ്ങളുടെ ആ ക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൂടെ? അതുകൊണ്ട് മുന്നിൽ വെച്ച് മയ്യിത്ത് നിസ്കരിക്കുമ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയോ മറ്റോ നടക്കുന്ന ഇത്തരം മൺമറഞ്ഞു പോയ മയ്യിത്തുകളുടെ മേലുള്ള മയ്യിത്ത് നിസ്കാരത്തിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂട്ടണം. അതിൽ കൈകൊള്ളും നാം പങ്കെടുക്കണം. അതുപോലെ പ്രത്യേകം നമ്മളെ ഓർമ്മപ്പെടുത്തിയതാണ്, നിഅമത്തുകൾക്ക് നല്ലോണം ശുക്ർ ചെയ്യണം. ശുക്ർ കുറയുമ്പോഴാണ് അല്ലാഹു തആല ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ട് നമ്മെ പരീക്ഷിക്കുന്നത്. മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് ദുരന്തമാണെങ്കിലും ആഖിറത്തിലെത്തുമ്പോൾ വലിയ പ്രതിഫലമാണ്. എങ്കിലും ദുരന്തങ്ങൾക്ക് നാം ഒരിക്കലും വെച്ചു കൊടുക്കാൻ പാടില്ല. അല്ലാഹു തരുന്ന നിഅമത്തുകൾക്ക് നല്ലോണം ശുക്ർ ചെയ്യണം. ഇബാദത്തുകൾ കൂടുതൽ വർദ്ധിപ്പിക്കണം. മഴ അതുപോലെയുള്ള കാല മുസീബത്തുകൾ കൂടുന്ന സമയത്ത്
മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് നിരന്തരമായി പ്രാർത്ഥിക്കലാണ്. നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, ഇത്തരം ദുരന്തങ്ങളിൽ അകപ്പെട്ട ആളുകൾ പ്രാർത്ഥിക്കണം. മഹാന്മാർ പ്രാർത്ഥനയെ പറ്റി പരിചയപ്പെടുത്തിയത് തന്നെ പരീക്ഷണം എന്ന് പറയുന്നത് അമ്പ് പോലെയാണ്. ഏത് ഭാഗത്തിൽ നിന്ന് ഏത് രീതിയിൽ അമ്പ് വരുമെന്ന് അറിയാത്തതുപോലെ പരീക്ഷണങ്ങൾ മനുഷ്യരെ തേടിയിട്ട് ഏത് ഭാഗത്തിലൂടെ എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇന്ന് വയനാട്ടുകാരാണെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മളായിരിക്കും ദുരന്തത്തിൽ അകപ്പെട്ടു പോവുക. മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അമ്പുകളെ മുഴുവൻ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ പരിച ദുആ മാത്രമാണ്. എപ്പോഴും ദ്വാരക്കുക, ബാങ്കിക്കാമത്തിനിടയിൽ ദ്വാരക്കുക, നിസ്കാരം കഴിഞ്ഞാൽ ദ്വാരക്കുക, സ്വന്തത്തിന് വേണ്ടിയും അപകടങ്ങളിൽപ്പെട്ടവർക്ക് വേണ്ടിയും ഇനി പെടാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും കുടുംബത്തെയൊക്കെ സലാമത്താക്കട്ടെ. പ്രത്യേകിച്ച് വയനാട്ടിൽ വലിയ ദുരന്തത്തിൽ അകപ്പെട്ട് അതിൽ ബാക്കി വന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. അവരുടെ മാനസികാവസ്ഥ അത്യാവശ്യം അപ്പുറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സമാധാനം ചെയ്യട്ടെ. അല്ലാഹു